കോടമൂടിയ ബ്രഹ്മഗിരി ഹിൽസ്. ഞങ്ങൾ തിരുനെല്ലി അമ്പലത്തിലാണ്, വയനാട്. പിതൃകർമ്മങ്ങൾ കഴിഞ്ഞിട്ട് റൂമിൽ തിരിച്ചെത്തിയപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോഴുള്ള വ്യൂ ആണ് ബ്രഹ്മഗിരി ഹില്ലിൻ്റെ തിരുനെല്ലി എന്നുള്ള വ്യൂ. നല്ല മഴയാണ്. അപ്പോൾ റാസ് ഡയറീസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, ബാക്കിൽ മനോഹരമായ ബ്രഹ്മഗിരി ഹിൽസും കാണാവുന്നതാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. പഞ്ചതീർത്ഥം ഗസ്റ്റ് ഹൗസ് തിരുനെല്ലിയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. മേലേക്ക് പോയി നോക്കട്ടെ. ഇവിടെ പിതൃകർമ്മങ്ങൾക്കായിട്ടാണ് ഇവിടെ വന്നത്. എല്ലാവർക്കും അറിയാം, തിരുനെല്ലി ക്ഷേത്രം അതിന് പ്രസിദ്ധമാണ്. വളരെ പുരാതനമായൊരു ക്ഷേത്രമാണിത്. ഇവിടെ കണ്ടല്ലോ, പഴയ സ്റ്റൈലിലുള്ള തൂണുകളൊക്കെ ഉണ്ട്. ദ്രവിച്ച് വീഴാനായിരിക്കുന്നു. ഇപ്പോൾ 8 കോടി ചെലവിൽ ഇവിടെ ചുറ്റമ്പലും കുളമൊക്കെ നവീകരിക്കുകയാണ്. ഒരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല കോടമഞ്ഞ് ഇറങ്ങി. ശിവേലി പ്രദക്ഷിണമാണ് നടക്കുന്നത്. ഇവിടെ ചുറ്റും നമുക്ക് കാണാം അമ്പലത്തിൻ്റെ റിനോവേഷന് വേണ്ടി ഒരുപാട് ഇവിടെ ഷീറ്റ് കെട്ടി മറച്ചിരിക്കുകയാണ്. വർക്കും തറയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ നേരെ ബാക്കിൽ ബ്രഹ്മഗിരി ഹിൽസും നമുക്ക് കാണാവുന്നതാണ്. നല്ല പ്രശാന്ത സുന്ദരമായ ലൊക്കേഷനിലാണ് തിരുനെല്ലി ക്ഷേത്രം ഉള്ളത്. പോയി നോക്കട്ടെ. വളരെ സിമ്പിൾ ക്ഷേത്രമാണ്. ഇപ്പോൾ വളരെ പുരാതനമായൊരു ക്ഷേത്രം. ഒരു മങ്കിക്കുട്ടൻ അതായിരിക്കുന്നു. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർക്ക് പോകാനുള്ള സ്ഥലം. ഇങ്ങനെ പോയാൽ 10-84 സ്റ്റെപ്പും പിന്നെ കുറച്ച് ദൂരം കൂടി നടക്കണം. ഉണ്ടോ? ഇങ്ങനെ ഇറങ്ങിപ്പോകണം. ഞങ്ങൾ പോയി വന്നതാണ്. അവിടെയാണ് പാപനാശിനിയും അതുപോലെ പിതൃകർമ്മങ്ങൾ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉള്ളത്. നല്ല ഫ്രഷ് എയറിൻ്റെ ചാകരയാണ് ഇവിടെ. ഫുൾ ഫ്രഷ് എയറാണ്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നു പോയിക്കോട്ടെ. സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ താഴത്തും ഒരുപാട് റിനോവേഷൻ നടക്കുന്നുണ്ട്. ഇവിടുത്തെ പാപനാശിനിയിൽ മുങ്ങിയാൽ സർവ്വ പാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം. പിന്നെ ഇവിടെ ഉള്ളൊരു വളരെ സ്പെഷ്യാലിറ്റി ഉള്ളൊരു സാധനമാണ് കരിങ്കൽ പാത്തി. ഇത് കണ്ടോ? ചെറുക്കൽ രാജാവിൻ്റെ പത്നി വാരിക്ക നായനാർ കുടുംബത്തിലെ അംഗമായ വാരിക്കൽ തമ്പുരാട്ടി ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ദാഹശമനത്തിനായിട്ട് വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശാന്തിക്കാർ വെള്ളം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുള്ളൂ എന്ന് ഭഗവാന്റെ മുമ്പ് പ്രതിജ്ഞ ചെയ്തിട്ട് ആ രാജ്ഞി പരിചാരവത്തി ക്ഷേത്രത്തിലേക്ക് വെള്ളത്തിനുള്ള നടപടി സ്വീകരിച്ചു. അതിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊരു സംഭവം. പക്ഷിപാതാളത്തിൻ്റെ അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഈ കരിങ്കൽ പാത്തി വഴി ഇവിടെ വരെ. ഇപ്പം ഇവിടെ വെള്ളം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നല്ല ശക്തിയായിട്ട് തന്നെ വെള്ളം വരും. ആ കാലത്ത് ഇത്രയും ടെക്നോളജി ഇല്ലാത്ത കാലത്ത് അവർ ഈ കരിങ്കല്ലും കൂടെ വെള്ളം വന്ന് വലിയൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോയി നോട്ടെ. ഇവിടെയൊക്കെ ബോർഡ് എഴുതിയിട്ടുണ്ട്. ചുറ്റമ്പലും വിളക്കുമാടും ഒക്കെയാണ് നവീകരണം നടത്തുന്നത്. കണ്ടോ? അവിടെയൊക്കെ പണി നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. അമ്പലം നട അടച്ചായിരുന്നു. ഇപ്പോൾ ദർശനത്തിന് വേണ്ടി നട തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ കുറച്ചും കൂടി നേരം കഴിഞ്ഞപ്പോൾ കോടയൊക്കെ മാറി പച്ചപ്പ് കാണുന്നുണ്ട്. നല്ല പച്ച കളറിലുള്ള ബ്രഹ്മഗിരി ഹിൽസ്. ഇത് കേരളത്തിനും കർണാടകത്തിനും കൂർഗിനും വയനാടിനും ഇടയ്ക്കുള്ളൊരു മലനിരയാണിത് ബ്രഹ്മഗിരി ഹിൽസ്. നല്ല ഭംഗിയുണ്ട്.
ഞങ്ങൾ ഇന്നലെ ഈ പഞ്ചതീർത്ഥം ഗസ്റ്റ് ഹൗസിലാണ് നിന്നത്. ഈ റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകണം. ഇവിടെ 2 റൂമിന് 850 രൂപയായി. ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പോകണം.